അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ മാനസിക സമ്മർദ്ദം വല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്കിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അഥവാ അറേബ്യൻ രാജ്യങ്ങൾ തകരണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. അത് രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഭരണ സംവിധാനം മാറണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സ് തകരണമെന്നായിരിക്കാം. എന്താ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നത്? ഇറാനെ ആക്രമിക്കും എന്നുള്ള വിവരം മുൻകൂട്ടി എന്തുകൊണ്ട് അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞില്ല? സഖ്യകക്ഷികൾക്കപ്പുറം സൗഹൃദ രാജ്യങ്ങളും കൂടിയാണ് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും എല്ലാം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായിട്ട് സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ, അതായത് സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യങ്ങളോ സന്ദർശിക്കുന്നതിന് പകരം സൈനികപരമായി ശക്തി ഇല്ലാത്ത സാമ്പത്തികപരമായി മുന്നേറ്റം നിൽക്കുന്ന സൗദി അറേബ്യ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വലിയ വാർത്താ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിൽ പ്രതിരോധം നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? തങ്ങൾ ഇറാൻ ആക്രമിക്കുകയാണ് എന്നുള്ളതിൻ്റെ മുൻകൂട്ടിയുള്ള വിവരം നൽകാത്തത് കൊണ്ട് അതിൻ്റെ ബദൽ സംവിധാനം ഉണ്ടാക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അമേരിക്ക വല്ലാത്ത രീതിയിലൊരു നാടകം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ ഇറാൻ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അപ്പാടെ തകർത്തെറിഞ്ഞിരിക്കുന്നു. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം, അതായത് ആകാശം സ്വതന്ത്രമായി എന്നൊക്കെ യുദ്ധ രീതിയിൽ അല്ലെങ്കിൽ യുദ്ധ ഭാഷയിൽ പറയാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആകാശത്തുള്ള വ്യോമ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ശത്രുപക്ഷത്തിന് എതിർപ്പൊന്നുമില്ല, അല്ലെങ്കിൽ എതിർക്കാനുള്ള സംവിധാന കാര്യങ്ങളില്ല എന്ന് പറയുന്ന സമയത്താണ് എന്ത് പറയാറുള്ളത്? ആകാശമൊക്കെ സ്വതന്ത്രമായിരിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അതിലൂടെ വ്യവഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ തരത്തിലേക്ക്, അത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അമേരിക്കയുടെ ജോർജ് ബുഷ് അത് പറഞ്ഞിട്ടുണ്ട്. 60% ഇറാഖിൻ്റെ ആകാശ മേഖലയും ഉപരോധത്തിലാക്കിയിട്ടുണ്ട് അമേരിക്ക. എന്ന് വെച്ചാൽ അതിലൂടെ പറക്കാൻ വേണ്ടി പറ്റില്ല. അമേരിക്കയുടെ ഈ ഇറാഖിൻ്റെ വിമാനം പറന്നാലോ അമേരിക്ക വെടിവെച്ചിടും. ആ സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആകാശത്തെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെ മിസൈലുകൾ അറേബ്യൻ മേഖലയ്ക്ക് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇടുന്നതിനനുസരിച്ചുള്ള വലിയൊരു പ്രതിഫലനമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഒറ്റപ്പെട്ട ആക്രമണം ഉണ്ടാകുന്നു. മൊത്തത്തിൽ അറേബ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ 6-7 പേര് മാത്രമാണ്. മരണം ഒരാളുടെ പോലും വളരെ ഗൗരവമുള്ളതാണ്, അത് മറ്റൊരു വിഷയം. പക്ഷേ ഒരു യുദ്ധമുഖത്ത് ഇത്രയും വലിയ ആക്രമണം നടത്തിക്കുകയാണെങ്കിൽ മരണസംഖ്യ കൂടാൻ സാധ്യത ഉണ്ട്. അതവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം, ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം, പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയും അതിൻ്റെ സ്റ്റോക്ക് തങ്ങളെടുത്ത് ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. ആയുധ കമ്പനികളെ അടിയന്തരമായി മീറ്റിംഗ് വിളിച്ചുകൊണ്ട് നിലവിൽ 4 ഇരട്ടിയെങ്കിലും ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിയന്തര മീറ്റിംഗ് വിളിച്ചത് എന്ന് പറയുന്നു. ജോർദാനിലേക്ക് ഈ മുഴുവനായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. ജോർദാനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രതിരോധ സംവിധാന മെഷീനറിയൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് അതിർത്തി പങ്കിടുന്നത് ഇസ്രായേൽ ആയതുകൊണ്ട് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ ഏറ്റവും നല്ലത് ജോർദാനാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി ചെയ്യപ്പെട്ടത്. അത് നിരന്തരമുള്ള ആക്രമണത്താൽ അത് തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രതിരോധം അവിടെ നഷ്ടപ്പെട്ടു. ഇറാന് വേണമെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രമായ രീതിയിൽ അവിടെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഗൾഫ് രാജ്യങ്ങളിൽ ഏറെക്കുറെ 50% പ്രതിരോധം ഇല്ലാതായിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ശത്രു ഉണ്ടാകുന്ന സമയത്താണ് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇങ്ങനെ സംഭവം ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷയല്ല. അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കുമെന്നും പ്രതീക്ഷയല്ല. ഹൂത്തികളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് വലിയ പ്രതിരോധം ഉണ്ടാക്കിയിരുന്നു. അന്ന് ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്കും UAEക്കും സാധിച്ചിരുന്നു. എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിച്ചതോടുകൂടി പിന്നീട് ആ കാര്യമൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം സജീവമാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ആ ഒരു അവസരത്തിലാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ആ തിരിച്ചടിയിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഇറാൻ വിടുന്ന മിസൈലിൻ്റെ സംഖ്യയും പ്രതിരോധിക്കുന്ന മിസൈലിൻ്റെ സംഖ്യയും തമ്മിൽ യഥാർത്ഥം പറഞ്ഞാൽ ഈ മുയലും ആനയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അത്രത്തോളം വരും. വിടാൻ വേണ്ടിയിട്ട്, അതായത് 20 ലക്ഷമോ അതിനോട് ചേർന്നിട്ടുള്ള ഒരു സംഖ്യയാണ് ഒരു മിസൈൽ നിർമ്മിച്ചുകൊണ്ട്
നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ചിലവാകുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ അമേരിക്ക ചിലവാക്കുന്ന 30 കോടി രൂപയാണ്. അപ്പോൾ എത്രത്തോളം ഇരട്ടിയുണ്ട് നമ്മൾ കൂട്ടി നോക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഗൗരവ കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ അമേരിക്ക ചെലവാക്കുന്നു ഇറാൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ. ഇസ്രായേലിനും അങ്ങനെ തന്നെയാണ്. പ്രതിരോധിച്ച് രാജ്യം മുഴുവൻ ദരിദ്രമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ചെറിയ മിസൈൽ ഇട്ടുകൊണ്ട് ഇറാൻ ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനും ഈ പറയപ്പെട്ട സംവിധാനം ഉപയോഗിച്ച് മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന് ചുരുക്കം. ഇപ്പോൾ മറ്റൊരു രീതി ഇവിടെ പറയുന്നത് ഈ ഇറാനുമായി ബന്ധപ്പെട്ട് ആക്രമിക്കുക എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് ഇറാനെതിരെ ആക്രമിക്കുക എന്നുള്ളത്. ഇറാനെതിരെ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പോവുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും അറേബ്യൻ രാജ്യങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരക്രമവും അറേബ്യൻ രാജ്യങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അവർ ഇങ്ങോട്ട് വരുന്ന പ്രതിരോധിക്കുക എന്നല്ലാതെ മറ്റൊരു ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ ആലോചിച്ചിട്ട് പോലില്ല. പല തരത്തിൽ ഇനി ആക്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നല്ലാതെ അത്തരം പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല. അതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം പറയുന്നത് ഒന്നിച്ച് ആക്രമിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുക എന്നുള്ള ഇതുവരെ ഇല്ലാത്തതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അറബ് രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇസ്രായേലിനെ തിരിച്ചടിച്ചിട്ടില്ല. ഇറാഖും ഖത്തറും ചെയ്തിട്ടില്ല, മറ്റ് അറബ് രാജ്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് വളരെ വൈകാരികപരമായി ഇടപെടുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ഭാവിയിൽ പ്രയാസമുണ്ടാകുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഇനി ഇതിൽ അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉള്ള പ്രതിരോധ സംവിധാനം സൈനികരെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സ്ഥാപനത്തെ സംരക്ഷിക്കാനും വേണ്ടി ഒതുക്കുക. സൈനികർക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾക്കും സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്നറിയോ, സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ പറ്റാതെ വരും. അവിടെ പ്രതിരോധം ഉണ്ടാവില്ല. അപ്പോൾ നേർക്കുനേരെ ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരും. അതാണ് ഈ പ്രതിരോധം എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യുക. മാത്രമല്ല ഇത് അവർക്ക് ഏറെക്കുറെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നതുമല്ല. അതിൻ്റെ മെഷീനറി സംവിധാനത്തെ പോലും ഇറാൻ തകർത്തിരിക്കുന്നു. പ്രതിരോധം എന്ന് പറയുന്ന സമയത്ത് ഒരു മിസൈൽ വരുന്ന സമയത്ത് സമാനമായിരിക്കുന്ന മറ്റൊരു മിസൈൽ അഭിമുഖമായിട്ട് പോയിട്ട് അതിനെ ഇടിച്ചുകൊണ്ട് പൊട്ടിച്ച് ചെതറിയിട്ട് കഷ്ണങ്ങളാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രതിരോധം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വിടാനുള്ള ഒരു ലോഞ്ച് ഉണ്ടാവും. ഒരു ലോഞ്ചിൽ നിന്നാണ് ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനത്തിൻ്റെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത്. ആ ലോഞ്ച് തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു. അത് പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ പുതിയ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ കുർദിഷ് വിമതരുമായിട്ട് ഇർബിൽ ഇറാൻ ആക്രമണം നടത്തി. കുർദിഷുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് സായുധപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കി ഇറാൻ്റെ സർക്കാരിനെതിരെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ആക്രമണം നടത്തണം എന്നുള്ള ഒരു റൂട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാഖിലുള്ള കുർദിഷ് ക്യാമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. അത് ഒരു വലിയ മുന്നറിയിപ്പായിട്ട് തന്നെ ഇറാൻ അത് പറയുകയും ചെയ്തു, ഭാവിയിൽ ഇങ്ങനെ വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇറാൻ്റെ കടലുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. അവിടെ കടൽ അടച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കപ്പലുകൾ പോകണമെങ്കിൽ ആലോചിച്ചതിന് ശേഷം ചൈന, ഇന്ത്യ പോലെയുള്ള റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തങ്ങൾ ഈ കടലിടുക്ക് തുറന്നു കൊടുക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 200-ലധികം കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി പോകാൻ വേണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതായത് ഇത്രയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല വ്യത്യസ്ത മേഖലയിൽ ഇപ്പോൾ അതിങ്ങനെ നങ്കൂരം ഇട്ടിരിക്കുകയാണ്. സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാവുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇവർ സമ്മതം കൊടുക്കുന്നില്ല എന്ന് ചുരുക്കം. ഈ അമേരിക്കയുടെ പ്രതിരോധ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് ആരോ സിസ്റ്റമാണ്, രണ്ടാമത് താഡ് സിസ്റ്റമാണ്, മൂന്നാമത്തെ ANFPS 132 എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഈ പറയപ്പെട്ട 132 എന്ന് പറയുന്ന സിസ്റ്റം ഈ റഡാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ മേഖല കംപ്ലീറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് റഡാറിലൂടെ നിരീക്ഷണം നടത്താൻ വേണ്ടി സാധിക്കും. 1500 കിലോമീറ്റർ ചുറ്റളവ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ശക്തമായിരിക്കും നിരീക്ഷണം നടത്താനുള്ളത്. ഈ റഡാർ സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് ഖത്തറിലാണ്. അത് അപ്പാടെ തകർത്തിരിക്കുന്നു.
2.2 ബില്യൺ കോടി രൂപയുടെ ചിലവുള്ളതാണ് എന്നുള്ളതാണ് ഈ നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ നിരീക്ഷണ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സിസ്റ്റം എന്നൊക്കെ, സാറ്റലൈറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഇറാൻ തകർക്കപ്പെട്ടത്. പിന്നീട് ആരോ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, താഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, ഇതും തകർക്കപ്പെട്ടതിൽപ്പെട്ടതാണ്. സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റ്കോം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതും ഈ തകർക്കപ്പെട്ട ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് സർവ്വ മേഖലയിലും കൊത്തിക്കേറിക്കൊണ്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം, അപൂർവമായ ചിലത് മാത്രമാണ് പുറത്ത് വരാത്തത്. അതുകൊണ്ടാണ് നിരന്തരം കീഴടങ്ങണം എന്നൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, വലിയ രീതിയിൽ തോൽവിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോയിക്കൊണ്ടിരിക്കുന്നു, ഇസ്രായേലിൻ്റെ അകത്ത് പ്രതിരോധ സംവിധാനം തകരുന്നു, അവിടെ നിരന്തരം ലൈവായിരിക്കുന്ന രീതിയിൽ മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നു, ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധം ആ രാജ്യത്തിനുണ്ടാകുന്നുണ്ട്. ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം വേണം എന്നുള്ളത് ഈ ഒമാനുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, അവരുടെ മിസൈലിൻ്റെ കൂമ്പാരത്തിൻ്റെ എണ്ണം ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്.